ഹായ് എസ് എൻ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മളൊക്കെ വിചാരിക്കും എൻ്റെ റിലേഷൻഷിപ്പ് ഭയങ്കര അടിപൊളിയാണ്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും ആദ്യത്തെ ഈ ദിവസങ്ങളിൽ, അതായത് റിലേഷൻഷിപ്പ് തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ ആ റിലേഷൻഷിപ്പ് മനോഹരമാക്കുന്നത് നമ്മുടെ 3 മിസ്റ്റേക്കുകളാണ്. ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും സത്യത്തിൽ മിസ്റ്റേക്കുകളാണ്. പക്ഷേ ആ മിസ്റ്റേക്കുകളിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന 3 മിസ്റ്റേക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ ബന്ധങ്ങളെ മനോഹരമാക്കുന്ന നിങ്ങളുടെ 3 മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തുടക്ക നാളുകളിൽ നമ്മളെപ്പോഴും കാണുന്നുണ്ടാവുക നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ മാത്രമാണ്. അതായത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം കാണും, അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. അവർ നമ്മളോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിലും തുടക്കത്തിലെ ആ ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വളരെ നല്ല രീതിയിൽ മാന്യമായ രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നുണ്ടാവുക. വളരെയധികം സ്നേഹത്തോടെ ആയിരിക്കും, ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോവില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരിക്കും അവരെക്കുറിച്ച് നമുക്ക് തരിക എന്നുള്ളതാണ്. നമ്മളും അത് വിശ്വസിക്കുന്നുണ്ടാവും. സോ നമ്മളെപ്പോഴും പോസിറ്റീവായ രീതിയിൽ മാത്രം തുടക്കത്തിൽ അവരെ കാണാനും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ നെഗറ്റീവ് ഭാഗങ്ങൾ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നെഗറ്റീവായ രീതിയിലുള്ള അവരുടെ പെരുമാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും, നമ്മുടെ തുടക്ക നാളുകളിലൊക്കെ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. അത് തെറ്റിദ്ധാരണയാണ്, എല്ലാവരിലും എന്ന് പറയുന്നില്ല, ചില ആളുകളിൽ. കാരണം നമ്മൾ അവരുടെ നെഗറ്റീവ് കാണാൻ ശ്രദ്ധിക്കാത്തത് അല്ലെങ്കിൽ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു റിലേഷൻഷിപ്പ് തുടക്കത്തിൽ നമുക്ക് മനോഹരമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തുടക്ക നാളുകളിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെയുള്ള ഒരു ലൈഫാണ്, അതാണ് എനിക്ക് ഇവരുടെ കൂടെ ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ വിചാരിക്കും എന്നുള്ളതാണ്. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് സ്വപ്നം കണ്ട് തുടങ്ങും. അതായത് അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചെയ്യണം, അതായത് ഇന്ന സ്ഥലങ്ങളിൽ പോകണം, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചും സ്വപ്നം കണ്ടും തുടങ്ങും എന്നുള്ളതാണ്. സോ ആ സ്വപ്ന ജീവിതം എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു തത്രപ്പാടും ആ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ തുടക്കത്തിലുള്ള ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് തോന്നും. ബിക്കോസ് ആ സമയങ്ങളിലൊക്കെ നമ്മൾ സ്വപ്നങ്ങളിലായിരിക്കും. അവർ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ അവരെക്കുറിച്ച് ആലോചിക്കുക, അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ കുറിച്ച് ആലോചിക്കുക, നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സ്വപ്നം കാണുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ആ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുക. സോ അപ്പോഴും നിങ്ങൾക്ക് ആ ദിവസങ്ങൾ മനോഹരമായിട്ട് തോന്നും, നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെ മനോഹരമായിട്ടുള്ളതായിട്ട് തോന്നുന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നടക്കും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ അത്രയും മനോഹരമായ റിലേഷൻഷിപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതങ്ങനെയല്ല. ഇതിനെ റിയാലിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ജീവിതമാണ്, ഇതിലെല്ലാം ഒന്നും നടക്കണമെന്നില്ല എന്ന റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഭംഗി ആ റിലേഷൻഷിപ്പിന് തോന്നണമെന്നില്ല. അപ്പൊ അതോടെ നിങ്ങൾ മനസ്സിലാക്കുക, ആ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനോട് ഇത്രയും ഇഷ്ടം തോന്നുകയോ അതല്ലെങ്കിൽ അത് ഇത്രയും മനോഹരമായിട്ട് ഫീൽ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ബൗണ്ടറീസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം അതെല്ലാം നിങ്ങൾ, ആ ബൗണ്ടറീസ് എല്ലാം നിങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ അത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചിലപ്പോൾ നിങ്ങൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. സോ അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇത് കാണുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആള് ആദ്യമൊക്കെ ആളുടെ ഇഷ്ടത്തിനായിരിക്കും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുക. മീൻസ് എല്ലാ കാര്യങ്ങളും തന്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിക്കുക, ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ഇടാ, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ആളോട് ചോദിക്കുന്നുണ്ടാവും, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഇത് ഇട്ടാലോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടാവും. മാത്രമല്ല അവർ പറയുന്ന കാര്യങ്ങൾ, നീ ഇന്ന് ഈ ചുരിദാർ ഇടുന്നുണ്ടെങ്കിൽ നീ ഈ ഷോൾ ഇടണം, ഈ ടോപ്പ് ആണെങ്കിൽ ഈ ഷോൾ ഇടൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ സ്നേഹത്തോടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആ ബൗണ്ടറി നമ്മളായിട്ട് തന്നെ ഇല്ലാണ്ടാക്കും. അതായത് അവർ പറയുന്നത് ഇടുക എന്നുള്ള നമ്മൾ വിചാരിക്കും, അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആ ഇഷ്ടക്കൂടുതൽ കൊണ്ട് അതെല്ലാം അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കും. പിന്നെ പോകെ പോകെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക, അയ്യോ ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇവരുടെ കാര്യങ്ങൾ, അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് ആൾ ഇടപെടുകയാണ്, അല്ലെങ്കിൽ ആൾക്ക് സംശയമാണ്,
ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നുള്ളതാണ്. മീൻസ് ആൾ ഓവർ തിങ്കർ ആണ് എന്നുള്ള പല രീതിയിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കി ആദ്യമേ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമല്ല. അപ്പൊ നമ്മുടെ ആ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ഇല്ലാതാക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്. തുടക്ക സമയങ്ങളിൽ നമ്മൾ തന്നെ ബൗണ്ടറി ഇല്ലാതാക്കും, അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ആ ബൗണ്ടറി നമ്മൾ ഇല്ലാതാക്കും. പക്ഷേ പോകെ പോകെയാണ് നമുക്ക് മിസ്റ്റേക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തത് നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് തോന്നുകയും പോകെ പോകെ അത് ഒരു തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിൽ അതിനത്രയും ഭംഗി കൂടുന്നത് ഈ ഒരു കാര്യം കൊണ്ട് കൂടിയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതെപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. മാത്രമല്ല ഈ മിസ്റ്റേക്കുകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഭംഗിയുള്ളതാക്കി തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ കാരണമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ ആദ്യമേ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യഥാർത്ഥ റിലേഷൻഷിപ്പ് എന്താണ്, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് അവസാനിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തെറ്റുകളാണെന്നുള്ളത് ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്